പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയില് സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടുകൂടെ ഈശോയുടെ നാമത്തിലേക്ക് പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് ഈശോയെ കൂടുതലായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. ഈശോയെ അനുഭവിച്ചറിയൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ആയിരിക്കുന്നവരിലൂടെയാണല്ലോ. അത് കൂടുതലായിട്ട് നമുക്ക് ഈശോയെ കണ്ട് അവരിലൂടെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രഭാത വിരുന്നിൻ്റെ സ്വർഗീയ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ ശക്തമായ സഹായം ഉണ്ടാകട്ടെ. വചനത്തെ മാംസമാക്കി മാറ്റിയവളാണ് പരിശുദ്ധ അമ്മ, അല്ലേ? ഈശോയെ നമുക്ക് നൽകിയവളാണ്, വചനത്തെ നൽകിയവളാണ്. അപ്പോൾ വചനം മനസ്സിലാക്കാനായിട്ട് പരിശുദ്ധ അമ്മ നമ്മളെല്ലാവരെയും സഹായിക്കും. അമ്മയുടെ സഹായം അപേക്ഷിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ വചനം കേൾക്കുന്നതിന് മുമ്പ് വചനത്തെ കൂടുതലായിട്ട് ആഴത്തിൽ അറിയാൻ നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം അപേക്ഷിക്കാം. പഴയ നിയമത്തിലെ ജോസഫിൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിച്ചത് പരിശുദ്ധാത്മാവാണെന്ന് ഫറവോ ഓരോ സാക്ഷ്യം നൽകുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ നമ്മളെ കൂടുതലായിട്ട് വചനത്തിൽ ആഴപ്പെട്ട് ജീവിക്കാനായിട്ട് വളരാനായിട്ട് പ്രത്യേകിച്ച് ഇന്നും നമ്മളെ സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് വചനം കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് പ്രത്യേകമായിട്ടുള്ളൊരു നിയോഗം നമുക്കിപ്പോൾ സമർപ്പിക്കാം. കർത്താവിൻ്റെ സംരക്ഷണം ആവശ്യമുള്ളവർ, അല്ലേ? എല്ലാവർക്കും ആവശ്യമാണ്. എങ്കിൽ നമ്മൾ ചില സാഹചര്യങ്ങളിൽ ചിലർക്കൊക്കെ വളരെ അധികമായിട്ട് ഒരു ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു തൊടൽ ആവശ്യമാണ്. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് പ്രത്യേകം സമർപ്പിച്ചിട്ട് നമുക്ക് വചനം കേൾക്കാനായിട്ട് ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയമുള്ളവരെ, നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം ലൂക്കായുടെ സുവിശേഷം
22-ാം അധ്യായം 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ്. വചനം നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. അവൻ പുറത്തു വന്ന് പതിവ് പോലെ ഒലിവ് മലയിലേക്ക് പോയി. ശിഷ്യന്മാരും അവനെ പിന്തുടർന്നു. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി മുട്ടുമേൽ വീണ് പ്രാർത്ഥിച്ചു. പിതാവേ, അങ്ങ് ഇഷ്ടമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ. എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. അപ്പോൾ അവനെ ശക്തിപ്പെടുത്താൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. അവൻ തീവ്രവേദനയിൽ മുഴുകി കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. അവൻ്റെ വിയർപ്പ് രക്തത്തുള്ളികൾ പോലെ നിലത്തു വീണു. ഈശോയിൽ പ്രിയമുള്ളവരെ, ഈശോനാഥൻ ഗെത്സമേൻ തോട്ടത്തിൽ വെച്ച് ചോര രക്തം വിയർത്ത് പ്രാർത്ഥിച്ച വചനഭാഗമാണ് നമ്മൾ കേട്ടത്. അച്ഛൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉപവസിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ടാകും എന്ന ഒരാശയമാണ്. ഉപവസിക്കുന്നവൻ്റെ കൂടെ ദൈവമുണ്ടാകും. ആദ്യമേ ഉപവാസം. എന്താണ് ഉപവാസം? ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം, മലയാളത്തിലെ ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം ഉപം എന്ന് പറഞ്ഞാൽ കൂടെ എന്നതാണ്. ഉപം കൂടെ, വാസം വസിക്കുക. അപ്പോൾ ഉപവാസം എന്ന വാക്ക് കൂട്ടി വായിക്കുമ്പോൾ ഉപം പ്ലസ് വാസം, ഉപവാസം, അർത്ഥം വരുന്നത് കൂടെ വസിക്കുക എന്നതാണ്. കൂടെ വസിക്കുക. അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക. ഇനി അടുത്ത ചോദ്യം, ആരുടെ കൂടെ വസിക്കുക? നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും, നമ്മൾ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുക. ഈശോയുടെ കൂടെ വസിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് പറയുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. ഞാൻ ഉപവസിച്ചാൽ ദൈവവും എൻ്റെ കൂടെ ഉണ്ടാകും. ഞാൻ ദൈവത്തിൻ്റെ കൂടെ വസിച്ചാൽ ദൈവവും എൻ്റെ കൂടെ തീർച്ചയായിട്ടും ഉണ്ടാകും, എൻ്റെ ഒപ്പമുണ്ടാകും, എന്നെ ശക്തിപ്പെടുത്തും. അതിന് ഒരു ഉദാഹരണമായിട്ടാണ് ഗെത്സമേൻ തോട്ടത്തിലെ ഈശോയുടെ അനുഭവം നമ്മളിവിടെ കാണുന്നത്. അതായത് ഈശോ തീവ്ര വേദനയാൽ രക്തം വിയർത്ത് പ്രാർത്ഥിച്ച അവസരത്തിൽ വചനം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ഈശോയ്ക്ക് ശുശ്രൂഷ നൽകി. അല്ലേ? തീവ്ര വേദനയാൽ ദൈവത്തിൻ്റെ പുത്രൻ അങ്ങനെ വേദനിച്ച് ഹൈ പ്രഷറാണ്, ഹൈ പ്രഷർ. അതുകൊണ്ടാണ് രക്തം വേർക്കുന്നത്. അത്ര ഹൈ പ്രഷറിൽ തീവ്രമായിട്ട് പിതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ആ പിതാവ് തമ്പുരാൻ അയക്കുന്ന ഒരു ദൂതൻ വന്ന് ഈശോയ്ക്ക് ശുശ്രൂഷ നൽകി. അപ്പോൾ പിതാവിനോട് ഇങ്ങനെ കട്ടക്ക് ചേർന്ന് നിന്നപ്പോഴേക്കും പിതാവും കൂടെ നിന്നതിൻ്റെ ഒരു തെളിവാണ് ദൂതനെ അയച്ച് ഈശോയ്ക്ക് കൂടെ നിർത്തി ഈശോയെ ശുശ്രൂഷിച്ചത്. നമ്മൾ ഇനിയും ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 43-ാം വാക്യത്തിൽ നമ്മൾ വേറെ ഒരു സംഭവം കാണുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ മാലാഖ വരുന്നത് പോലെ തന്നെ ഈശോയുടെ ഇപ്പം നമ്മൾ കണ്ടതുപോലെ തന്നെ ഈശോ 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കണം, 40 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടെയും ഈശോയെ ശുശ്രൂഷിക്കാനായിട്ട് മാലാഖമാർ വരുന്നുണ്ട്. അപ്പോൾ 40 ദിവസം ഈശോ പിതാവായ ദൈവത്തോടൊപ്പം മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പിതാവിൻ്റെ കൂടെയായിരുന്നപ്പോൾ ഈശോ അനുഭവിച്ച ആ ഒരു ക്ഷീണത്തിൽ നിന്ന്
പിശാചിൻ്റെ പ്രലോഭനത്തിൽ നിന്ന് ഈശോയെ സംരക്ഷിക്കാനായിട്ട് ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ 2 അവസരങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഒന്ന് ഗെത്സമേൻ തോട്ടം, രണ്ടാമത്തേത് 40 ദിവസം ഈശോ ഉപവസിച്ച് പ്രാർത്ഥിച്ച സമയം. ഈ 2 ഇടങ്ങളിലും ദൈവത്തിൻ്റെ ദൂതൻ വരുന്നുണ്ട്. ഈ 2 ഇടങ്ങളിലും ഈശോ പിതാവിൻ്റെ ഒപ്പമായിരുന്നു, ഉപവസിക്കുകയായിരുന്നു. ഉപവസിക്കുന്ന ഈശോയോടൊപ്പം പിതാവ് തമ്പുരാൻ തൻ്റെ സാന്നിധ്യമായിട്ട് ആരെ അയച്ചു കൊടുത്തു? 2 ദൂതന്മാരെ 2 അവസരങ്ങളിലും അയച്ചു കൊടുത്തു. അപ്പോൾ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങൾ, നമ്മൾ ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോഴേക്കും ഈശോ പഠിപ്പിച്ചു തരുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ ഉപവസിച്ചാൽ നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഐ വിൽ ബി വിത്ത് യു. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. പിതാവായ ദൈവം പുത്രൻ തമ്പുരാനെ ബലപ്പെടുത്താൻ ദൂതനെ അയച്ചെങ്കിൽ പരിശുദ്ധാത്മാവിനെ വാഗ്ദാനം ചെയ്തിട്ട് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത ഈശോനാഥൻ ഈ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് നമുക്ക് തരും? അല്ലേ? ഉറപ്പല്ലേ? തരുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയവും ഇല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ വസിക്കേണ്ടത് ദൈവത്തിൻ്റെ ഒപ്പമാണെങ്കിൽ ദൈവവും നമ്മുടെ ഒപ്പം വസിച്ചോളും. നമ്മൾ ഉപവസിക്കുന്നത് കർത്താവിൻ്റെ ഒപ്പമാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ വസിച്ചുകൊള്ളും എന്നതിന് യാതൊരുവിധ സംശയവുമില്ല. അച്ഛനൊന്ന് പറഞ്ഞോട്ടെ, ഈ നൂതന കാലത്ത് അത്യാധുനികമായിട്ട് കാലം ടെക്നോളജി ഇങ്ങനെ വളർന്ന് പന്തലിക്കുന്ന ഈ സാഹചര്യത്തിൽ കൂടെയായിരിക്കാൻ പലതരത്തിലുള്ള സാഹചര്യങ്ങളും പ്രലോഭനങ്ങളും തെറ്റുകളുമൊക്കെ വളരെ അധികം വളർന്നു വരുന്ന ഈ കാലത്ത് കൂടെയായിരിക്കാൻ പല ശക്തികളുമുണ്ട് നമ്മുടെ കൂടെ. ദൈവവും ദൈവവിശ്വാസവും ദൈവത്തിൻ്റെ സംരക്ഷണമൊക്കെ മാറ്റി വെച്ചിട്ട് ലോകത്തിൻ്റെതായ വർണ്ണശബളതകളിൽ, ആർഭാടങ്ങളിൽ, സന്തോഷങ്ങളിൽ മുഴുകി ജീവിക്കുന്ന നിങ്ങളുണ്ടെങ്കിൽ, നിങ്ങളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെ ഈശോ നമ്മുടെ ഒപ്പം വസിക്കും? യുവാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമാണ്, കാലം വളരെ മാറി എന്ന് പറഞ്ഞാൽ തെറ്റുകളിൽ പെട്ടുപോകാനുള്ള സാധ്യതകൾ വളരെയേറെയുള്ള ഒരു കാലഘട്ടം. പണ്ടൊക്കെ നമ്മൾ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനായിട്ട് കൈകളിലധികം വസ്തുക്കളോ സാധനങ്ങളോ ഒന്നുമില്ല എൻ്റർടൈൻ ചെയ്യാൻ. എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്ന എപ്പോഴും കൂട്ടുകാരുടെ കളിക്കുക, പന്ത് കളിക്കുക, കൂടെ ഇരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവിടെ പോവുക ഇവിടെ പോവുക, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ചെറുപ്പത്തിലേക്ക് നമ്മളുള്ളത്. പള്ളിയും പള്ളിമുറ്റവും പള്ളിമേടയും അൽത്താരയും ഒക്കെ ആയിരുന്നു എപ്പോഴും ആയിരിക്കുന്നൊരിടം. പക്ഷെ ഇപ്പം അങ്ങനെയാണോ? അങ്ങനെയല്ല. കാലം വളരെ മാറിപ്പോയി. കുട്ടികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർക്ക് തെറ്റിൽ വീണു പോകാനുള്ള വഴികൾ വളരെ അധികമാണ്. അപ്പോൾ ഈശോയുടെ അടുക്കൽ നിന്ന് പിന്മാറി അവർ വേറെ വഴികളിലൂടെയൊക്കെ ചലിക്കുമ്പോഴേക്കും അവരുടെ കൂടെ വസിക്കാനായിട്ട് ഈശോ ഇല്ല. ഈശോയെ കടത്തിവിടാൻ പറ്റാത്ത രീതിയിൽ കഥകടച്ച് വേറൊരു വഴിയെ യാത്ര ചെയ്യുന്ന പുതിയ തലമുറ വളരെ കാര്യമായിട്ട് ചിന്തിക്കണം. കർത്താവിൻ്റെ കൂടെ വസിച്ചാൽ മാത്രമേ കർത്താവിനും കൂടെ വസിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഈ നൂതന കാലഘട്ടത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം, ചിന്തിക്കാം, ഈശോയുടെ കൂടെ നമുക്ക് വസിക്കാം. മറ്റു കുറേ വഴികളുണ്ട്, കുറേയേറെ കഥകളുണ്ട് നമുക്ക് കൊട്ടാൻ. കയ്യിലെ മൊബൈൽ ഫോണിലൂടെയൊക്കെ തന്നെയാണല്ലോ ഒരു ദിവസം മുഴുവൻ കഴിയാൻ, ദിവസങ്ങൾ കഴിയാനുള്ള വക അതിൻ്റെ അകത്തുണ്ട്. പക്ഷെ അത് നമ്മളെ കൊണ്ടുപോയി ചാടിക്കുന്നത് വലിയ കുഴികളിലും വലിയ അപകടങ്ങളിലും വലിയ അബദ്ധങ്ങളിലുമൊക്കെയാണ് എന്ന് നമ്മൾ എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു വരുന്നത്, നമുക്ക് ഈശോയോടൊപ്പം വസിക്കാം, ഈശോ നമ്മുടെ ഒപ്പവും വസിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം, വേറൊരു ഉദാഹരണം പറഞ്ഞ് നിർത്തുകയാണ്. ദാനിയേൽ പ്രവാചകൻ കർത്താവായ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി
മാത്രം ജീവിച്ചപ്പോൾ മറ്റ് ദേവനെ ആരാധിക്കാത്തത് കൊണ്ട് സിംഹത്തിൻ്റെ കുഴിയിലേക്ക് ദാനിയേൽ പ്രവാചകൻ എറിയപ്പെട്ടപ്പോഴേക്കും എന്തുകൊണ്ട് ദൈവം തമ്പുരാൻ മാലാഖമാരെ അയച്ച് സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു എന്നാണ് നമ്മൾ വചനം വായിക്കുക. കാരണം ദാനിയേൽ പ്രവാചകൻ കർത്താവിൻ്റെ കൂടെയായിരുന്നു. അങ്ങനെ കർത്താവിൻ്റെ കൂടെയായിരുന്നത് കൊണ്ട് കർത്താവ് സ്വർഗത്തിൽ ദൂതന്മാരെ അയച്ച് ഈ സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. അപ്പോൾ ഓർക്കുക എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ കൂടെ ആയിരുന്നാൽ കർത്താവ് തൻ്റെ ദൂതന്മാരെ അയച്ചു തരും. എന്തിനു വേണ്ടിയാണ്? പല സിംഹങ്ങളുടെയും വായ അടച്ചു കളയാൻ, പല സിംഹങ്ങളെയും തകർത്ത് കളയാൻ. സാംസനെ നമ്മൾ കാണുന്നത്, സാംസൺ തൻ്റെ മുമ്പിലേക്ക് ചാടി വീണ് സിംഹക്കുട്ടിയെ തൻ്റെ കൈകൾ കൊണ്ട് ചീന്തി കളഞ്ഞു എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നില്ലേ? കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്താൽ കർത്താവ് നമ്മളെ സംരക്ഷിച്ചു കൊള്ളും, നമ്മുടെ കൂടെയായിരുന്നു കൊള്ളും, നമ്മുടെ ഒപ്പമായിരുന്നു കൊള്ളും. അതുകൊണ്ട് എന്ത് വില കൊടുത്തും നമുക്ക് ഈശോയുടെ കൂടെ യാത്ര ചെയ്യാൻ നമ്മളെല്ലാവരെയും സർവശക്തനാദയം ഒരുക്കട്ടെ. അതിനു വേണ്ടി നമുക്ക് പരിശ്രമിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. സർവശക്തനായ ദൈവമേ, ത്രിയേക ദൈവത്തിൻ്റെ ശക്തിപ്പെടുത്തുന്ന അനുഭവം ഇന്നത്തെ വചന വിചിന്തനത്തിലൂടെ ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ച് പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പിതാവിൻ്റെയും സ്വർഗത്തിലെ എല്ലാ നിവാസികളെയും എല്ലാ വിശുദ്ധരുടെയും പ്രത്യേകമായിട്ട് എൻ്റെ നാമത്തിലുള്ള വിശുദ്ധൻ്റെ ഇടവകയുടെ മധ്യസ്ഥ മാലാഖമാർ എല്ലാവരോടും ഞങ്ങൾ പ്രത്യേകമായിട്ട് മാധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവിൻ്റെ കൂടെ യാത്ര ചെയ്യാനുള്ള വലിയ കൃപയും അനുഗ്രഹവും ഞങ്ങൾക്കെല്ലാവർക്കും ഈ നിമിഷത്തിൽ നൽകണമേ. പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ട് എല്ലാവരെയും ഓർക്കുകയാണ്. പലവിധ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ, ബുദ്ധിമുട്ടുകളിലും, കഷ്ടപ്പാടുകളിലും, വേദനകളിലും, പ്രത്യേകിച്ച് രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാവരും ആസ്പത്രികളിലും വീടുകളിലുമായിട്ട് ഇത്തിരി സീരിയസ് ആയിട്ടും അല്ലാതെയുമൊക്കെ കഴിയുന്നവർ കർത്താവിൽ മാത്രം ആശ്രയിച്ച് ജീവിക്കാനായിട്ടുള്ള വലിയൊരു കൃപയിലേക്ക്, കർത്താവിൻ്റെ കൂടെ വസിച്ചാൽ കർത്താവും കൂടെ വസിക്കുമെന്നുള്ള ഉറച്ച പ്രത്യാശയും പ്രതീക്ഷയും ശക്തിയും വിശ്വാസവും കർത്താവായ ഈശോ അവർക്ക് നൽകണമേ എന്ന് പ്രത്യേകം ഈ നിമിഷത്തിൽ സമർപ്പിച്ച് അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈശോയെ, അങ്ങ് അവർക്ക് ശക്തിയായി ബലമായി അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അവിടുന്ന് കേട്ടുകൊള്ളണമേ. ആമേൻ.
പരിരക്ഷ എനിക്കായി അരുളി എന്റെ ദൈവം. നിന്റെ വിശ്വാസം നിൻ പരിരക്ഷ. ഞാനാണു ദൈവം, ഞാനാണു മാർഗം, നേർവഴി കാട്ടുവതും ഞാൻ മാത്രം. അവനിൽ വിശ്വസിച്ചോർക്ക് ജീവനുണ്ടായി സമൃദ്ധമാകാം. അവനിൽ വിശ്വസിച്ചോർക്ക് ജീവനുണ്ടായി സമൃദ്ധമാകാം. നിൻ വചനമാം സത്യസന്ദേശം നൽകിയ നാഥനിൽ വിശ്വസിപ്പൂ ഞാൻ. നിൻ വചനമാം സത്യസന്ദേശം നൽകിയ നാഥനിൽ വിശ്വസിപ്പൂ ഞാൻ. ഞാനാണു ദൈവം, ഞാനാണു മാർഗം, നേർവഴി കാട്ടുവതും ഞാൻ മാത്രം. ഞാനാണു ദൈവം, ഞാനാണു മാർഗം, നേർവഴി കാട്ടുവതും ഞാൻ മാത്രം. വഴിയും സത്യവും ജീവനും ഞാനല്ലോ. വഴിയും സത്യവും ജീവനും ഞാനല്ലോ. വിശ്വസിക്കൂ മകനേ, വിശ്വസിക്കൂ മകളേ, വിശ്വസിക്കൂ മകനേ, വിശ്വസിക്കൂ മകളേ, വിശ്വസിക്കൂ മകനേ, വിശ്വസിക്കൂ മകളേ. പ്രിയമുള്ളവരെ, നമുക്കൊന്നു ചേർന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന പൗരോഹിത്യ അധികാരത്തിൽ പരിശുദ്ധ പിതാവിനോടും എല്ലാ കാർഡിനാൾമാരും മെത്രാന്മാർ വൈദികർ സന്യാസികളന്മാരോട് ചേർന്ന് ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈശോയെ അനുഭവിച്ചറിയാനായിട്ട് കഴിയട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാം. ഗുഡ്നസ് ടി വിയിലൂടെ, ഈ പ്രഭാത വിരുന്നിലൂടെ, അല്ലെങ്കിൽ ഗുഡ്നസ് ടി വിയുടെ എല്ലാവിധ ആത്മീയ നേതൃത്വത്തിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രോഗ്രാമുകളിലൂടെയും ഈശോയെ കൂടുതൽ അനുഭവിച്ചറിയാൻ, പ്രത്യേകിച്ച് മരിയം കൂടാതെ നമുക്കൊണ്ട് ജപമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്, നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. നമുക്കും പരസ്പരം ജപമാല ചെല്ലാം, അവർക്ക് വേണ്ടിയും അവരുടെ നിയോഗങ്ങൾക്ക് വേണ്ടിയും പരസ്പരം നമ്മളെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയും. അങ്ങനെ കൂടുതൽ ഈശോയിൽ ആഴപ്പെട്ട് അമ്മയിൽ ഐക്യപ്പെട്ട് മുന്നോട്ട് പോകാൻ ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു.